ഇപ്പോൾ രാഷ്ട്രീയ ചൂടിലാണ്. ചായക്കട മുതൽ സോഷ്യൽ മീഡിയ വരെ ഒരേ ഒരു ചർച്ച മാത്രം: ആര് വാഴും ആര് വീഴും. വികസനമാണോ അതോ രാഷ്ട്രീയ വിവാദങ്ങളാണോ ജനങ്ങൾ ഇത്തവണ വോട്ടിങ്ങിനായി പരിഗണിക്കുന്നത്? നമുക്ക് വോട്ടർമാരോട് തന്നെ ചോദിക്കാം. എന്താണ് നമ്മുടെ ഇപ്പോഴത്തെ ഉള്ള ഭരണത്തിനെ പറ്റി പറയാനുള്ളത്? ഈ സർക്കാരിന്റെ ഭരണം തുടരണം എന്നാണോ, ഒരു മാറ്റം വരണം എന്നാണോ? മാറ്റം വേണം. കാരണം പലതാണ്, അതൊക്കെ എല്ലാം പറയാൻ പറ്റില്ല. ഇപ്പൊ നമ്മുടെ സൊസൈറ്റിയിൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് വിലക്കയറ്റാണ് അല്ലേ? ഒരു വീട്ടമ്മ എന്നുള്ള നിലയിൽ ചേച്ചിന് അത് കൂടുതൽ ബാധിച്ചിട്ടുണ്ടാവും. അതെല്ലാവരും ഒരുപോലെ ബാധിക്കണ കാര്യം. അതെ അതെ. അപ്പോ അങ്ങനെയുള്ള മാറ്റങ്ങൾ വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി പഠിച്ചിട്ട് നമുക്ക് യാതൊരു പ്രയോജനമില്ല. ഇന്നിപ്പോൾ ഓരോ സാധനങ്ങൾക്കും ദിവസങ്ങൾക്ക് വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓട്ടോ ഓടിച്ച് ജീവിക്കുന്ന വ്യക്തിയാണ്. ഇന്ന് ഞാൻ 2-3 മാസം മുമ്പ് ഒരു ടയർ കട്ട് ചെയ്തതിന് 1200 ഇന്നിപ്പോൾ 1300 രൂപ കൊടുത്താണ് ടയർ കട്ട് ചെയ്ത്. നമ്മൾ ഇതുകൊണ്ട് ഇങ്ങനെ ജീവിച്ചു പോകുന്ന മൂലമാണ്. കാരണം രാവിലെ മുതൽ ഉന്തി തള്ളി വിട്ട് കഴിഞ്ഞാൽ കിട്ടുന്നത് 30 രൂപ ഓട്ടോ ആയിരിക്കും, അല്ല 40 രൂപ ഓട്ടോ ആയിരിക്കും. അത് കഴിഞ്ഞ് വീണ്ടും 2 മണിക്കൂർ കിടക്കണം ഒരു ഓട്ടം കിട്ടണമെങ്കിൽ. അങ്ങനെ ജീവിക്കാൻ ഇങ്ങനെ വില കൂടുതൽ കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കണം? നിങ്ങൾ ആലോചിച്ച് നോക്കും. തീർച്ചയായിട്ടും അല്ല, എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും കയറി മാറിയും ഭരിക്കില്ല. ഇനിയിപ്പോൾ അടുത്തത് BJP ഒന്ന് കയറി നോക്കത്തില്ല, അവരുടെ ഭരണം കൂടെ നോക്കാതെ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നിടിക്കില്ല. ബാക്കിയുള്ളവരെ മണ്ടന്മാരാക്കിക്കൊണ്ടുള്ള കളിയാണ് ഇവർ നടത്തുന്നത്. അത് കുറേ മാറട്ടെ. നമ്മുടെ ചെറുപ്പക്കാർക്കുള്ള തൊഴിലവസരങ്ങൾ ഇപ്പോൾ കേരളത്തിൽ കുറവാണ്. എല്ലാവരും അതുപോലെ വിദ്യാഭ്യാസ മേഖലയാണെങ്കിലും നമ്മൾ വെളിയിലാണ് കൂടുതൽ ആശ്രയിക്കുന്നത്. എല്ലാവരും എബ്രോഡ് പോയാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തൃപ്തരല്ല. ഒരു ഭരണമാറ്റം അനിവാര്യമാണ്. തീർച്ചയായിട്ടും നല്ലൊരു ഭരണമാറ്റം അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. എല്ലാം വർഷം തോറും ഒരു പാർട്ടിയാണേലും വേറൊരു പാർട്ടിയാണേലും മാറി മാറിയുള്ള ഭരണമാണ്. ഇത് നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ അധ്വാനിച്ചാൽ നമുക്ക് കിട്ടുമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയോ യാതൊരുവിധ ഇതും നമ്മൾ കാണുന്നില്ല ഇതിനകത്ത്. എന്താണ് വിലക്കയറ്റത്തെ പറ്റി പറയാനുള്ളത്? വിലക്കയറ്റത്തെ പറ്റി നമ്മൾ പറയുവാണെങ്കിലേ ജോലിക്കൂലിയും കൂടുന്നുണ്ടല്ലോ. പിന്നെ വിലക്കയറ്റം കൂടിയാൽ എന്താ? വില വരണമല്ലോ, അതിനനുസരിച്ച് ശമ്പളവും കൂടുന്നില്ലേ? അതായത് പണ്ട് നമ്മൾ 600 രൂപ ശമ്പളം വാങ്ങിച്ചുകൊണ്ടിരുന്ന ആൾ ഇന്ന് 1200 രൂപയല്ലേ ശമ്പളം വാങ്ങിക്കുന്നത്. അപ്പൊ പിന്നെ വില കൂടിയാൽ എന്താ? ശമ്പളം കൂടുന്നുണ്ടല്ലോ.